ഹെയർ ഡൈ, സ്ട്രെയിറ്റനിങ്, ബ്ലീച്ചിങ് എന്തിനാണ് ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നത്? നല്ല അടിപൊളി സ്റ്റൈലിഷ് ആയി കാണാൻ വേണ്ടി, സോഷ്യൽ ആക്സെപ്റ്റബിലിറ്റി, ഇൻക്രീസിംഗ് കോൺഫിഡൻസ് ആൻഡ് കംഫർട്ട്. ഇപ്പോൾ വളരെ കോമൺ ആൻഡ് ട്രെൻഡിംഗ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലിംഗ് പ്രൊസീജിയേഴ്സ് ആണ് ഇവ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെ? ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും പൂർണ്ണമായും നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. ഹെയർ ലോസ് സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹായ് എവരിവൺ, വെൽക്കം ടു സിക്സ് മിസ്റ്റർ ലൈൻ. ഹെയർ ഡൈ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമ്മുടെ മുടി കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണിത്. ഇത് 3 ടൈപ്പ് ഉണ്ട്: ടെമ്പററി, സെമി പെർമനന്റ് ആൻഡ് പെർമനന്റ്. ആദ്യമായി ടെമ്പററി. നമ്മുടെ മുടിക്ക് 3 ലേയേഴ്സ് ആണുള്ളത്. ഉള്ളിൽ നിന്ന് പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ മെഡുല്ല, കോർട്ടെക്സ് ആൻഡ് ക്യൂട്ടിക്കിൾ. ടെമ്പററി ഹെയർ ഡൈ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ പാർട്ടിക്കിൾസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അത് സർഫേസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഒരു പ്രാവശ്യം മുടി കഴിയുമ്പോഴേക്കും അത് മങ്ങിപ്പോവുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് സെമി പെർമനന്റ്. ഇതിൽ കുറച്ച് ചെറിയ പാർട്ടിക്കിൾസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അത് ക്യൂട്ടിക്കിളിന്റെ ഉള്ളിലൂടെ കോർട്ടെക്സിൽ എത്തുകയും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് 8 തൊട്ട് 10 പ്രാവശ്യം നമ്മൾ മുടി കഴിയുമ്പോഴേക്കും മങ്ങിപ്പോകുന്നു. മൂന്നാമത്തേത് പെർമനന്റ്. ഇതാണ് ഏറ്റവും കോമൺ. ഇതിൽ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആണുള്ളത്. അത് ക്യൂട്ടിക്കിളിനുള്ളിലൂടെ ചെന്ന് കോർട്ടെക്സിൽ കുറച്ചധികം നേരം നിൽക്കും. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം മുടി കഴുകാം, ഈവൻ വിത്ത് ഷാമ്പു. വെയിൽ തട്ടിയാലും വലിയ കുഴപ്പമുണ്ടാവുകയില്ല. അടുത്ത ഹെയർ സ്റ്റൈലിംഗ് പ്രൊസീജിയറാണ് ഹെയർ സ്ട്രെയിറ്റനിങ്. ചുരുണ്ട മുടിയെ സ്ട്രെയിറ്റ് ആക്കുന്ന പ്രൊസീജിയറാണ്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് ഹെയർ പെർമിങ്. അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയെ കുറച്ച് കേളി ആക്കുന്ന പ്രൊസീജിയർ. ഹെയർ ബ്ലീച്ചിങ്ങിലൂടെ ഓൾറെഡി ഉള്ള കളർ കുറച്ച് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹെയർ സ്റ്റൈലിംഗ് പ്രൊസീജിയേഴ്സ് കുറിച്ച് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാം. യെസ്, കുഴപ്പമുണ്ട്. ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിന് പുറകെ നിങ്ങൾ പോകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. മെയിനായിട്ട് ഹെയർ പ്രോട്ടീൻ ലോസ്, അതുകൊണ്ടുണ്ടാകുന്ന ഹെയർ ബ്രേക്കേജ്, ഹെയർ ലോസ്, ഡ്രൈനെസ്, പിന്നെ കുറച്ച് ഇച്ചിങ് ഉണ്ടാവും, ചൊറിച്ച്, ഡാൻഡ്രഫ്, കളർ ചേഞ്ച് ഉണ്ടാവും, പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ്, മുടിയുടെ ഒറിജിനൽ ടെക്സ്ചർ നഷ്ടപ്പെടുന്നു, മുടിയുടെ ശക്തിയും ക്വാളിറ്റിയും കുറയുന്നു, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, അലർജിക് റിയാക്ഷൻസ് തുടങ്ങിയവയാണത്. ഇപ്പോൾ കോമണായിട്ടുള്ള ഹെയർ സ്റ്റൈലിംഗ് പ്രൊസീജിയേഴ്സും അവ കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. കാരണം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പല സ്കിൻ കെയർ ടിപ്സും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.